ട്രെയിലറിൽ ഒരു ഷോട്ടുണ്ട്, ഒരു മേലുദ്യോഗസ്ഥനെ ഒരു കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതൊരു 10-12 വർഷം മുമ്പ് സെൻകുമാർ സാർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്ത്. പിറ്റേ ദിവസത്തെ പേപ്പറിലൊക്കെ അത് വളരെ ന്യൂസ് ആയിരുന്നു. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ മുത്തങ്ങ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ഈ കാണിച്ച ഒരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അനുരാജ് തന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ചെയ്തിട്ടാണെന്നുള്ളത്. ഇപ്പൊ നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ വരുന്നു. ഇതിപ്പോ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു ആസ് എ മേക്കർ നീതി പുലർത്താൻ പറ്റും? അല്ല, അത് ഇപ്പൊ നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകളിൽ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ അല്ല പോർട്രേറ്റ് ചെയ്യാറ്. പല ആ എഴുത്തുകാരന്റെ, ആ സംവിധായകന്റെ, അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പൊ നിരവധി സിനിമകളിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. അത് കുറെ നീണ്ട നേരെയുണ്ട്, പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വലും കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകളൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ ഒരു പ്രസ് മീറ്റിൽ നിന്നുള്ള ആൾക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ, ഞാൻ ഇഷ്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ടൊവി എൻ്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ആ ടൊവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ പറയാണ്. ഇപ്പൊ പിന്നെ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറെ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത്. ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. അപ്പോൾ നാളെ നമുക്കൊരു പോലീസ് കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്, ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും? ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടറിയുക, കഥ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടന്റെ അടുത്തും സംവിധായകനും രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. അപ്പൊ നടൻ എന്നുള്ള രീതിയിൽ ടൊവിക്ക് പിന്മാറണം അങ്ങനെ എന്തെങ്കിലും? നമ്മളെന്താ വെച്ചാൽ ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിലിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ട് ചീത്തയായിട്ടൊക്കെ തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഇത് പറയുന്ന സബ്ജക്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പം
ഡയറക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ റൈറ്റർക്കോ? അല്ല, ഞാൻ ഇപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം. ഇപ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുക. രാവിലെ ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യൻ ഉദിക്കുക, പൂവിരിയുക, ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിലും നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാകൃത്ത് രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കൂടി അതിനോട് ഐക്യപ്പെടേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൊവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നു. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം വർഗീസ് പീറ്റർ എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, ഇത് ആർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.